ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് കുട്ടീസ് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഓടിപ്പോയി നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടാണ് വേണ്ടത്, നോർമൽ വാട്ടറാണ്. അതുകൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയാണ് ചേർക്കുന്നത്. ഒരു 6 ഏലക്ക നമുക്കൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയും മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആദ്യമേ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ല എല്ലായിടും ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കാണുമ്പോൾ നമുക്കധികം ലൂസായിട്ട് തോന്നുമെങ്കിലും നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും മാവ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് ഒന്ന് പരത്താവുന്നതാണ്. നമ്മൾ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ മാറ്റിലോ വല്ലതും കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് നമുക്ക് ആ മാവ് മൊത്തത്തിലാണ് നമ്മൾ പരത്തുന്നത് കേട്ടോ. പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തീരെ നൈസായിട്ട് പരത്തരുത്. കുറച്ച് കട്ടിയോടുകൂടി തന്നെ പരത്തിയാലേ നമുക്ക് അത് കറക്റ്റിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ മാവ് പരത്തിയെടുക്കുകയാണ്. കുറച്ച് കട്ടിയോടുകൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിലോ റെക്റ്റാങ്കുലർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം, ഡയമണ്ടിൻ്റെ ഷേപ്പിലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാം. നമുക്ക് കുട്ടീസൊക്കെ സ്കൂളിൽ നിന്ന് വരാറാവുമ്പോഴത്തേക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. പിന്നെ നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചെയ്യാം. പക്ഷേ മൈദയ്ക്കായിരിക്കും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നുണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് വറുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും, നല്ല കറുമുറാന്നിരിക്കും. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം നല്ല സൂക്ഷിച്ച് വെക്കാനും സാധിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്. നല്ല കറുമുറാന്നിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.